പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്ത. ഈ വൈകവേളയിൽ ഇവിടെ ഏതാണ്ട് 11:10 മണി കഴിഞ്ഞിരിക്കുന്നു. അവിടെ സമയത്രെന്ന് അറിയുന്നില്ല, എങ്കിലും പല ഭാഗങ്ങളിലായിക്കൊണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ പാടുവാനും പ്രാർത്ഥിപ്പാനും ദൈവവചനം ധ്യാനിക്കുവാൻ ആഴ്ചതോറും നടന്നു വരുന്നതായ ഈ മീറ്റിംഗ് മുടക്കം കൂടാതെ ഇന്ന് വൈകവേളയിൽ നമുക്ക് കൂടി വരുവാൻ സർവ്വലോകനായ ദൈവം നമ്മളെ സഹായിച്ചതിനോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകാല ഇന്ന് വൈകവേളയിൽ മീറ്റിംഗ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതായ അനുഗ്രഹീതനായ യജമാൻ റിച്ചാർഡ്, അതുപോലെ തന്നെ ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നതായ വാത്സല്യ മാതാപിതാക്കന്മാര്, സഹോദരി സഹോദരന്മാര്, പ്രിയപ്പെട്ടവരെ എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ആഴ്ചതോറും നല്ല അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ്സുകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തൻ്റെ വിലപ്പെട്ട ദാസന് ഇന്ന് ക്ലാസ് എടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആ ഭാഗം ക്രമീകരിക്കുവാൻ ദൈവത്തിൻ്റെ നിയോഗപ്രകാരം ഡിയനെയും കുടുംബമായിട്ട് ഇന്ന് ഈ മീറ്റിങ്ങിൽ സംബന്ധിപ്പാൻ സർവ്വലോകനായ ദൈവം സഹായിച്ചതിനോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കടന്നു വന്ന നാളുകളെയൊക്കെ ഓർക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് രാവെന്നോ പകലെന്നോ നേരഭേദമന്യേ നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് മധ്യസ്ഥ അണയ്ക്കുവാനും ദൈവസന്നിധിയിൽ നമുക്ക് സമയങ്ങളെ ചിലവഴിക്കുവാനും നാം ബാധ്യസ്ഥരാണല്ലോ. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെങ്കിൽ നമ്മളെ പലരും വിവിധമായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ച് ക്രിസ്തുവിൽ നമ്മെ ഒന്നാക്കി സ്വന്തം കുടുംബത്തിൽ പ്രിയ മക്കളാക്കി നമ്മളെ ദൈവം തമ്പുരാന് ശ്രേഷ്ഠമായ പദവികളെ തന്ന് നമ്മെ മാനിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് വയ്യവേളയിൽ എൻ്റെ പൈതലുകൾക്കൊപ്പം ആയിരിക്കുന്ന ഞാൻ വളരെ സന്തോഷിക്കുന്നു. ആത്മീയമായിരിക്കുന്ന ശുശ്രൂഷയിൽ കൈത്താങ്ങായി വാത്സല്യ എൻ്റെ പ്രിയപ്പെട്ട ഇളയ മോനെ ദൈവം അതേ ദിവസങ്ങളിലൊക്കെ ശുശ്രൂഷയുടെ ഭാഗമായി തീരുവാൻ ദൈവം സഹായിക്കുന്നതിനോട് കർത്താവിന് നന്ദി പറയുകയാണ്. ദൈവമക്കളുടെ വിലപ്പെട്ട പ്രാർത്ഥന ഞങ്ങളെയും ഓർക്കുന്നു എന്നുള്ളത് ഞങ്ങൾ മറന്നുപോയിട്ടില്ല. പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങളും പ്രാർത്ഥനയിലായിരിക്കുന്നു. ഈ പ്രവർത്തനത്തിന്റെ എല്ലാവിധമായിരിക്കുന്ന അനുഗ്രഹത്തെയും അല്ലെ വർധനവിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന്റെ പ്രാർത്ഥനയോട് കൂടി നമുക്കായിരിക്കാം. എൻ്റെ ഹൃദയത്തിലേക്ക് കൂടി വന്ന തിരുവചനം വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഹല്ലേലൂയ ദൈവവചന ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അത് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിലെ 14-ാമത്തെ തിരുവചനം നമുക്ക് വായിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം വായിക്കുന്നു: ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളത് ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്കോടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ തിരുവചനമാണ്. ഫിലിപ്പിയ സഭയിലെ വിഷയങ്ങളെക്കുറിച്ച് നമുക്കറിയാം. അതിന്റെ പ്രാരംഭത്തിൽ അതിന്റെ മുഖവിരയിൽ നമുക്ക് പല കാര്യങ്ങൾ നമുക്ക് വായിക്കുമ്പോഴും പൗലോസിന്റെ ജീവിതാനുഭവങ്ങളിൽ കൂടെയൊക്കെ പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പൗലോസിന്റെ പ്രവൃത്തിയാല് കടന്നു വന്നിരിക്കുന്ന വാത്സല്യ ദൈവസഭയാണ്, ദൈവമക്കളായിരുന്നു. അവിടേക്കുള്ള പ്രവേശനത്തെ കുറിച്ച് ഹല്ലേലൂയ ഒരു മനുഷ്യൻ വന്ന് പൗലോസിനോട് പറയുന്നുണ്ട്, മക്കെദോന്യയിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ. നല്ല ഒരു ആഹ്വാനമായിരുന്നു ആ ദേശത്തെക്കുറിച്ച്, സഭയെക്കുറിച്ചുള്ളത്. ദൈവത്തിന് സ്തോത്രം. ആ ആഹ്വാനം അത് പൗലോസ് തുറന്നുള്ളതായ ഇടപെടലിലും അവരുമായിട്ടുള്ള ശുശ്രൂഷയിലും ആത്മീയ ബന്ധത്തിലും ഓരോ നാളും അതവർക്ക് വലിയ സഹായമായി തീരുവാനിടയായി തീർന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പൗലോസിന്റെ ഒരു സാക്ഷ്യം എന്നവണ്ണം ദൈവമക്കളോട് അരുളി ചെയ്യുകയാണ്: ഒന്ന് ഞാൻ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളത് ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഞാൻ ഓടാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവമക്കളായിരിക്കും നമ്മളൊക്കെ ഒരു ഓട്ടക്കള്ളത്തിൽ ഓടുന്നവരായിട്ടാണ് ചിത്രീകരിക്കുക. പല ഭാഗങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം.
ഓട്ടക്കടത്തിൽ ഓടുന്നവരെ സംബന്ധിച്ച് ഹല്ലേലൂയ പല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ട്. സാധാരണ ഒരു ഓട്ടമല്ല. ഓട്ടക്കളത്തിൽ ഓടുക എന്ന് പറയുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ട്, ബിരുദ് പ്രാപിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. പരാജയമല്ല, ബിരുദ് പ്രാപിക്കാം. 10 പേര് ഓടിയെങ്കിൽ 10 പേർക്കും ബിരുദ് പ്രാപിക്കണമെന്നാണ്. 5 പേരാ ഓടുന്നെങ്കിൽ 5 പേർക്കും ബിരുദ് പ്രാപിക്കണമെന്നാണ്. 2 പേരാ ഓടുന്നെങ്കിൽ 2 പേർക്കും ബിരുദ് പ്രാപിക്കണമെന്ന്. ആരും പരാജയത്തെ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ പറയുമ്പോൾ നമുക്കറിയാം, വചനത്തിൽ കാണുന്നു, ഓട്ടക്കളത്തിൽ ഓടുന്ന മനുഷ്യൻ നല്ല തയ്യാറെടുപ്പുണ്ട്. അദ്ദേഹം ബിരുദനായിട്ട് അല്ലെങ്കിൽ 1ാം സ്ഥാനം നേടുവാനായിട്ട് പല കാര്യങ്ങൾ നാളുകൾക്ക് മുൻപേ അദ്ദേഹം എന്ത് ചെയ്യും? പരിശീലിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. അദ്ദേഹത്തിന്റെ വസ്ത്രധാരണ, ഭക്ഷണ ശൈലികള്, അദ്ദേഹത്തിന്റെ ദൈനംദിന ജീവിതത്തിൻ്റെതായ ഓരോരോ കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ദൈവത്തിന് മഹത്വം. ഗ്ലോറി. ഹല്ലേലൂയ. അദ്ദേഹത്തിന് ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തനിക്ക് ബിരുദ് പ്രാപിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുകയാണ് പൗലോസ്. ആ ലക്ഷ്യത്തെ ഏറ്റെടുത്തുകൊണ്ട് പൗലോസ് താനും പറയാണ്, ഞാനും ഹല്ലേലൂയ ഞാൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മുമ്പിലേക്ക് ഹല്ലേലൂയ ആഞ്ഞുകൊണ്ട് ഓടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പൗലോസിനെ സംബന്ധിച്ച് തനിക്ക് താൻ ഓടിയത് ഒരു കാലത്ത് പുറകോട്ടാണ് ഓടിക്കൊണ്ട്. ഹല്ലേലൂയ. ചില ട്രെയിനുണ്ട്, അത് ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് കോട്ടയത്തേക്കും പോവും, കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്കും വരും. 2 ഭാഗത്തേക്ക് ട്രെയിൻ ഓടും. ഒരു പക്ഷെങ്കില് 2 ഭാഗത്തും എഞ്ചിൻ കാണും. പുറകിലത്തെ എഞ്ചിനെ വലിച്ച് മുമ്പോട്ട് പോകും, മുമ്പിലത്തെ എഞ്ചിനെ വലിച്ചുകൊണ്ട് പുറകോട്ടും പോകും. ഹല്ലേലൂയ. പക്ഷേ ഇവിടെ ദൃഢനിശ്ചയത്തോട് പൗലോസ് പറയാണ്, പിന്നിലേക്ക് ഇനി ഞാനില്ല, പിന്നിലേക്കുള്ള ഓട്ടം ഞാൻ നിർത്തിവെച്ചിരിക്കുകയാണ്. പൗലോസ് എന്ന ഞാൻ വളരെ ഓടിയവനാണ്. ഞാൻ പുറകിലേക്ക് എന്റെ നല്ല യൗവന സമയത്തും എന്റെ ബാല്യത്തിലുമൊക്കെ ഞാൻ യഹൂദ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചു. അതിനായി ഞാൻ ശക്തമായി കുതിച്ച് പാഞ്ഞു പോയ ഒരു വ്യക്തിയാണ്. ദൈവത്തിന് സ്തോത്രം. അത് നിമിത്തമായിട്ട് പൗലോസ് ഓട്ടത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് പോലും തന്നെ പിടിച്ചു നിർത്താൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ഓടിപ്പോയതുപോലെ നമുക്ക് തോന്നിപ്പോകുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുകയാണ്. പൗലോസിന്റെ ഓട്ടത്തിന്റെ ഉള്ള പരാജയം നമുക്ക് അവസാനം കാണി ദമസ്കോസിലേക്കുള്ള യാത്രാ വേളയില് പൗലോസിന്റെ ഓട്ടത്തെ ദൈവം തമ്പുരാൻ എന്ത് ചെയ്തു? അവിടെ പിടിച്ചു നിർത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. 13 ചില വചനങ്ങൾ, അതിന്റെ തൊട്ട് മുതലിലേക്കുള്ള 3ാം അധ്യായത്തിലെ ചില വചനങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഹല്ലേലൂയ, അതേ പൗലോസിനെ ദൈവം തമ്പുരാൻ പിടിച്ചിരിക്കുന്നു എന്നാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുകയാണ്. തന്റെ ഓട്ടത്തെ ദൈവം തമ്പുരാൻ പിടിച്ചു നിർത്തി. ദൈവത്തിന് മഹത്വം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പിന്നിലേക്ക് ഓടിപ്പോയ പൗലോസിനെ ദൈവം തമ്പുരാൻ അവനെ തടഞ്ഞു നിർത്തി. പൗലോസിനെ ദൈവം തമ്പുരാൻ പിടിച്ച് അവന്റെ കരങ്ങൾക്ക് അത് ബലമായി ശക്തമായി അവനെ പിടിച്ചു നിർത്തുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇപ്പൊ പൗലോസ് തിരുവചനങ്ങൾ ധ്യാനിക്കാൻ പലയിടത്തും കടന്നു, ഞാൻ മുൻപിലോട്ട് അല്ലെങ്കിൽ പിന്നിലോട്ടുള്ള ഓട്ടം നിർത്തി ഇനി മുൻപിലേക്ക് ഞാൻ ഓടുകയാണ്. ദൈവത്തിന് സ്തോത്രം. നല്ല തീരുമാനത്തിനായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് മഹത്വം. പിന്നിലുള്ളതേക്കില് മറന്നിട്ടാണ് താൻ ഓടാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് മഹത്വം. പിന്നിലുള്ളതായ തൻ്റെ ബലഹീനതകള്, തൻ്റെ പോരായ്മകള്, തൻ്റെ തെറ്റുകള്, തൻ്റെ പിടിവാശികള്, തൻ്റെ മറ്റ് വിവിധമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും താന് അതിനെ പാടെ മറക്കുവാനായിട്ട് പൗലോസ് ആഗ്രഹിക്കുക. ദൈവത്തിന് സ്തോത്രം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ താഴ്ചകളെയും വീഴ്ചകളെയും കുറ്റങ്ങളെയും കുറവശങ്ങളെയും നാം ഓർത്ത് നമ്മുടെ ദിവസങ്ങളെയും നമ്മുടെ ഹല്ലേലൂയ സമയങ്ങളെയും നമ്മളത് നിർജീവമാക്കാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ജീവിതത്തിൽ തെറ്റുകളും വീഴ്ചകളൊക്കെ വന്നു, പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അത് മനസ്സിലാക്കി ഇനിയും നമ്മൾ പിന്നിലേക്ക് നമ്മുടെ സമയങ്ങളെ ഓർത്ത് കളയുവാനുള്ളതല്ല. ഹല്ലേലൂയ. പിന്നിലേക്ക് ഒരിക്കൽ കൂടെ മടങ്ങിപ്പോവുക എന്നുള്ളതല്ല. ദൈവത്തിന് സ്തോത്രം. കൂടെ കൂടെ പിന്നിലേക്ക് ഹല്ലേലൂയ ഒരു പിന്മാറ്റക്കാരനായി തീരുക എന്നുള്ളതല്ല. ദൈവത്തിന് സ്തോത്രം. കാര്യങ്ങളെ മനസ്സിലാക്കുവാനും നമ്മുടെ ജയപരാജയങ്ങളെ മനസ്സിലാക്കുവാൻ ദൈവത്തിന് പരിശുദ്ധാത്മാവ് കൃത്യമായ ദിവസങ്ങളിൽ നമ്മളോട് ക്രിയ ചെയ്യുന്നതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് മഹത്വം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഞാൻ എന്ത് ചെയ്യുകയാണ്? ഹല്ലേലൂയ. ഒന്ന് ഞാൻ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് രണ്ടാമത് മറ്റൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്ന പോലുമില്ല. ഞാൻ നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പൗലോസ് പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം.
ആകയാല് പിൻമിലേക്ക് പരാജയത്തിന്റെ ആ നാളുകളിലേക്ക് പോവാൻ, പിന്മാറ്റത്തിലേക്ക് പോവാൻ, പാപ സ്വഭാവത്തിലേക്ക് പോവാന്, ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. ഞാൻ അത് ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പിന്നിലുള്ളതിനെ ഞാൻ മറക്കുവാൻ ആഗ്രഹിക്കുകയാണ്. തന്റെ ജീവിതത്തിന്റെ ഏറ്റവും വിജയകരമായിരിക്കുന്ന ഒരു വിഷയമാണ് ഹല്ലേലൂയ. ഹല്ലേലൂയ വിടേണ്ടതിനെ വിടുക, ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ മറക്കേണ്ടതിനെ മറക്കുന്ന ഒരു ഹല്ലേലൂയ പ്രകൃതി. ദൈവത്തിന് സ്തോത്രം. തിരുവചനത്തിൽ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ സകലതും പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നു എന്നാണ്. ഹല്ലേലൂയ പഴയതെല്ലാം ഉരിഞ്ഞു കളഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ സകലതും പുതുതായി തീർന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൽ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. തിരുവചനം പറയുന്നു ഹല്ലേലൂയ, അതെ ജഡപ്രകാരം ഇനി ആരെയും അറിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അതെ ക്രിസ്തുവിൽ കൂടെയാണ് പുതിയ മനുഷ്യനായി നമ്മളെ അറിയുന്നത്. അത് ക്രിസ്തുവിൽ കൂടെയാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പൗലോസിന്റെ വിലപ്പെട്ടതായ ചിന്തയിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, താൻ കഴിഞ്ഞ നാളുകൾ ഓടിയത് അശുദ്ധിയിലേക്കായിരുന്നു. കഴിഞ്ഞ നാളുകൾ ഓടിയത് അപൂർണതയിലേക്കായിരുന്നു. കഴിഞ്ഞ നാളുകൾ താൻ ഓടിയ അപക്വതയിലേക്കായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ താൻ കാര്യങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ വചനം, ക്രിസ്തുവിന്റെ ശബ്ദം കൃത്യമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ പൗലോസ് ഹല്ലേലൂയ എടുത്ത തീരുമാനം എത്ര ശ്രേഷ്ഠകരമായിരിക്കുന്ന തീരുമാനമാണ്. പിൻപിലുള്ളതിനെ ഹല്ലേലൂയ അതെ മറന്നിട്ട് മുൻപിലുള്ളതിലേക്ക് ആഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മുൻപിലുള്ളതിലേക്ക് ഒരു സജീവമായ ഒരു പ്രവർത്തനത്തിന് വേണ്ടി പൗലോസ് ഒരുങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു വല്ല വിധേനെ താൻ പറയുന്നുണ്ട്, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എങ്കിലും തന്റെ ഊർജ്ജസ്വലഭമായിരിക്കുന്ന ഹല്ലേലൂയ സജീവമായ ഒരു തീരുമാനമാണ്. ആയുകയാണ്, മുൻപോട്ട് കുതിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പടയാളിയെ സംബന്ധിച്ച് പുറകോട്ട് വീണ് മരിക്കുന്ന ഒരു പടയാളിയെ കുറിച്ച് അത്ര ബഹുമാനം കൊടുക്കാറില്ല. ഹല്ലേലൂയ. ഉണ്ട്, ഇല്ല, നിലയിലാണല്ലോ. എങ്കിലും ദൈവത്തിന് സ്തോത്രം. എന്നാൽ മുൻപോട്ട് താൻ പിടിച്ചിരിക്കുന്ന ആയുധമായി മുൻപോട്ട് ഹല്ലേലൂയ വീഴുന്ന ഒരു പടയാളി തന്റെ മരണം കൊണ്ടും താൻ യുദ്ധത്തിന് രാജ്യത്തെ സംരക്ഷിക്കുവാൻ താൻ ഒരുങ്ങിയിരുന്നു എന്നത് വിളിച്ചു കാണിക്കുകയാണ്. ഹല്ലേലൂയ. രക്തം ജയമെടുക്കുക. മുൻപോട്ട് ഞാൻ ഓടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആത്മീയമായും വചനപ്രകാരം എല്ലാം താൻ ആരോഗ്യവാൻ, ഒരു ആത്മീയ ആരോഗ്യം തന്റെ ഹൃദയത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ശാരീരിക ക്ഷീണമുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. ഹല്ലേലൂയ. നിന്ന അപമാനങ്ങൾ, നാനാവിധമായ പ്രശ്നങ്ങളൊക്കെയും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ. എങ്കിലും തിരുവചനം പറയുന്നത് ഹല്ലേലൂയ, പുറമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷീണിച്ചാലും ഗ്ലോറി ഗ്ലോറി ഗ്ലോറി, അകമേയുള്ള എന്റെ ആത്മമനുഷ്യൻ നാൾക്ക് നാൾ ശാക്തി പ്രാപിക്കുന്നു എന്നാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. വയ്യവേളയിൽ ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. നമുക്കെയും ഒരു കാലത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ബലഹീനതകളെ കുറിച്ചും നമ്മുടെ നാശത്തെക്കുറിച്ചും നഷ്ടത്തെക്കുറിച്ചും മനസ്സിലാക്കിയവരായ നമ്മള് അന്നെടുത്ത തീരുമാനമാണ് ഇന്ന് ഈ സന്ധ്യായാമത്തിലും നമ്മളെ മുഴങ്കാൽ മടക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധ. ഹല്ലേലൂയ. അനേക വിശുദ്ധന്മാരോടി പരാജയപ്പെട്ടു പോയി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അനേകർ ഇറങ്ങിത്തിരിച്ചു. അവർക്ക് പിടിച്ചു നിൽപ്പാൻ കഴിയാത്ത പ്രശ്നങ്ങളുടെ മുമ്പാകെ വിശുദ്ധ രക്തത്തെ മാലിന്യമാക്കിക്കൊണ്ട് അവർ പാരമ്പര്യത്തിലേക്കും പിതൃപാരമ്പര്യത്തിലേക്കും വൃദ്ധമായതിലേക്കും മടങ്ങിപ്പോയ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്ന. ദൈവത്തിന് സ്തോത്രം. ലിജോമോന്റെ ഹല്ലേലൂയ ഭവനത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനയും ബൈബിൾ സ്റ്റഡിയൊക്കെ ആയിട്ട് പോകുന്നു. എത്ര സന്തോഷകരമായിരിക്കുന്ന അനുഭവമാണ്. അത് ആത്മീയ ആരോഗ്യത്തെ കാണിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അറിഞ്ഞ സത്യത്തിൽ അറിഞ്ഞതായ വിശ്വാസത്തില് ഹല്ലേലൂയ അതെ പിടിച്ചു നിന്നുകൊണ്ട് തന്റെ ഭവനം ഹല്ലേലൂയ തന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം, സമയം, സാമ്പത്തികം ഇതെല്ലാം കർത്താവിന്റെ ഹല്ലേലൂയ അതെ നാം മഹത്വത്തിന് വേണ്ടി വേർതിരിച്ചിരിക്കുകയാണ്. പ്ലാറ്റ്ഫോമിലായിരിക്കും
ആയിരിക്കുന്ന ദൈവമക്കൾ ഓരോരുത്തരും അതേ നിലയിൽ തന്നെ അതേ സാക്ഷ്യം തന്നെ വഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിളിച്ചറിയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പുറമേയുള്ള മനുഷ്യൻ ക്ഷണിച്ചോട്ടെ, പ്രശ്നങ്ങൾ കടന്നു വന്നുകൊള്ളട്ടെ. പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, ഒന്ന് ഞാൻ അറിയുന്നു, ഒന്ന് ഞാൻ നിശ്ചയിച്ചിരിക്കുകയാണ്, ഒന്ന് ഞാൻ ചെയ്യുവാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. പുറമേയുള്ള മനുഷ്യന്റെ ഹല്ലേലൂയ അതേ രഹിതനായി തീർന്നാലും ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. നാനാ പരീക്ഷകൾക്ക് വിധേയപ്പെട്ടെന്ന് പറഞ്ഞാലും ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. യോബ് പറയാണ്, ഹല്ലേലൂയ, നീ എന്നെ കൊന്നാലും ഞാൻ നിനക്കായി കാത്തിരിക്കും. ഗ്ലോറി. ഉള്ളാരോഗ്യം, ആത്മീയമായ ഉള്ളാരോഗ്യം നമ്മുടെ ജീവിതത്തിൽ ദിവസങ്ങളിൽ ഈ വചനത്തോടൊപ്പം ഒരു പ്രാവശ്യം കൂടെ നമുക്ക് അതിനായി ഏൽപ്പിക്കുകയും അതിനായി സമർപ്പിക്കുകയും ചെയ്യേണ്ട സന്ധ്യയുടെ യാമമായി തീർന്നിരിക്കുന്ന ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് മഹത്വം. ഗ്ലോറി ഗ്ലോറി. നമുക്ക് തന്നിരിക്കുന്ന ശിഷ്ടായുസ് അത് നമ്മുടെ കർത്താവിന്റെ മഹത്വത്തിനായി തീരുകയാണ്. നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഈ സത്യം, ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ജീവൻ പണയം വെക്കേണ്ടി വന്നാലും ഗ്ലോറി ടു ഗോഡ്. പിന്മാറിപ്പോകാതെ ഓരോ ദിവസവും ദൈവസന്നിധിയിൽ ഈടുറ്റ് വിശ്വാസികളായി, ഘനശാലികളായ വിശ്വാസികളായി, ഗ്ലോറി ടു ഗോഡ്, നമ്മൾ ഹല്ലേലൂയ അധ്വാനിച്ച് മുതാവായി പോകാതെ മുൻപോട്ട് നീങ്ങേണ്ടതിനായി ഇന്ന് ഈ വചനത്തോടൊപ്പം ഒരു പ്രാവശ്യം കൂടെ ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. ഗ്ലോറി. ഹല്ലേലൂയ. ഹല്ലേലൂയ. മുൻപോക്കെ ആഞ്ഞുകൊണ്ട് ഹല്ലേലൂയ. ഇവിടെ ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ഹാലിലാക്കിലേക്ക് ഞാൻ ഓടുകയാണ്. നമ്മളെ വിളിച്ച ക്രിസ്തുയേശുവിൽ നമ്മെ വിളിച്ചിരിക്കുക. ക്രിസ്തുയേശുവിൽ നമ്മളെ പിതാവായ ദൈവം വിളിച്ചിരിക്കുന്നത് അത് വിശുദ്ധ വിളിയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം വിശുദ്ധരായി വിശുദ്ധ മക്കളായി തീരുവാൻ പിതാവായ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് നമുക്ക് തന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായത്തില് ഒരു തിരുവചനം നമുക്ക് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 20. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ നിന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകേണ്ടത് മുൻനിയമിച്ചിരിക്കുന്നു. മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചിരിക്കുന്നു. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ക്രിസ്തുയേശുവിൽ കൂടെ നമ്മെ വിളിച്ച് പിതാവായ ദൈവം നമ്മെ വിളിച്ച് കൊണ്ടുവന്നിരിക്കുന്ന ഓരോരോ കടമ്പകളാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മെ വിളിച്ചിരിക്കുന്ന വിശുദ്ധ വിളിയാണ്. വിശുദ്ധനായ ദൈവം നമ്മെ വിശുദ്ധിയിലേക്ക് വിളിച്ചിരിക്കുകയാണ്. പരാജയത്തിന്റെ ഓട്ടങ്ങളെല്ലാം നിർത്തി ജയത്തിന്റെ ഓട്ടമോടി വിരുദ് പ്രാപിക്കുവാനായി ലക്ഷ്യപ്രാപ്തിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. നമ്മെ മുറുകെ പറ്റുന്ന സകല പാവവും ഭാരങ്ങളെല്ലാം വിട്ട് ഹല്ലേലൂയ സകലത്തെയും നമ്മൾ ഉപേക്ഷിച്ചിട്ട് ഹല്ലേലൂയ ശ്രദ്ധയോടുകൂടി നമ്മളെ ദിവസങ്ങളിൽ നമ്മൾ ഓടുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധന്മാർ ഓടി. നമുക്ക് എബ്രായ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എബ്രായ ലേഖനം അതേ 12-ാം അധ്യായം 1-ാം തിരുവചനം മുതൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. സകല ഭാരങ്ങളെയും പാവങ്ങളെല്ലാം വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം എങ്ങനെ ഓടണമെന്നാണ്? സ്ഥിരതയോടെ ഓടണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്ഥിരത വേണം. ഓട്ടക്കാരൻ ഓടുമ്പോൾ ട്രാക്ക് തെറ്റാൻ പാടില്ല. കണ്ട ട്രാക്കിൽ കേടി ഓടാൻ പാടില്ല. വരയ്ക്കോ ഉള്ളിൽ ഓടണം. ദൈവത്തിന് സ്തോത്രം. എങ്കിലേ നമ്മളെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് ഓടുവാനായിട്ട് കഴിയുന്നുള്ളൂ. ദൈവത്തിന് സ്തോത്രം. മുമ്പിലേക്ക് കുതിച്ചു പായുകയാണ്. വളരെ സ്ഥിരതയോട് വളരെ ജാഗ്രതയോടുകൂടി ഓടുന്നത്. കാര്യം എന്താണെന്നറിയാമോ? എനിക്ക് വിശുദ്ധിയുടെ മാനദണ്ഡത്തിൽ വേണം എനിക്ക് പോകാൻ, ഓടാൻ. ദൈവത്തിന് സ്തോത്രം. അതാണ് നമ്മുടെ അടിസ്ഥാന ഘടകം. ദൈവത്തിന് സ്തോത്രം. അനേകർ ഓടുന്നുണ്ട്. ഗ്ലോറി ഗ്ലോറി. അനേകർ ക്രിസ്ത്യാനികളായി അനേക ക്രിസ്തുവിനെ അറിഞ്ഞു കേട്ടു മനസ്സിലാക്കി. എങ്കിലും ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർക്ക് പൂർണ്ണമായിരിക്കുന്ന ആ ഹല്ലേലൂയ അവിശുദ്ധിയുടെ ക്രിസ്തുയേശുവിൽ കൂടെ നമുക്ക് നേടിത്തന്നിരിക്കുന്നതായ അവിശുദ്ധ രക്തം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും ഹല്ലേലൂയ നമുക്കുള്ളതായ കൃപയായ ദൈവം നമുക്ക് അവസരങ്ങളെ ദൈവം തന്നിരിക്കുകയാണ്. ദൈവത്തിന് അത് സമൃദ്ധിയായി ജീവനുണ്ടാകാം. വിശുദ്ധിയുടെ സമൃദ്ധി. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ നിഷ്കളങ്കത
ക്രിസ്തുയേശുവിലെ വിശുദ്ധി, ക്രിസ്തുയേശുവിലെ പ്രകൃതി Glory. Hallelujah. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വളരെ ശ്രദ്ധയോടുകൂടി ഈ കാലങ്ങളിൽ നമുക്ക് ഓടേണ്ടത് ആവശ്യമായിരിക്കും. ദൈവം നമുക്ക് ജോലി തന്നിട്ടുണ്ട്, ദൈവം നമുക്ക് വാഹനം തന്നിട്ടുണ്ട്, ഭവനം തന്നിട്ടുണ്ട്, നമുക്ക് കുടുംബം, നമുക്ക് ഹാലുകൂട്ടാളികള്, നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് വേണ്ട നമുക്ക് സഭ, വിശുദ്ധന്മാര്, വിശുദ്ധമതികള്, ദൈവമക്കളുടെ കൂട്ടായ്മ, ബന്ധങ്ങളൊക്കെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം ദൈവം ആഗ്രഹിക്കുന്നത് ഹാലേലു നിഷ്കളങ്കതയും നിർമ്മലയോടും ഹാലേലുയ വിശുദ്ധിയോടും കൂടെയുള്ളതായ സാഹചര്യങ്ങളെയാണ് ദൈവം നമുക്കായി വേർതിരിച്ചു തന്നിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഹാലേലുയ. ദൈവവചനം പറയുന്ന പോലെ ഞാൻ എന്റെ ഭവനത്തിൽ നിഷ്കളങ്കതയോടുകൂടി ഇടപെടും. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഒരു കുടുംബ പ്രാർത്ഥനയോടുള്ള പ്രതീതിയില് ഹാലേലൂയ സന്ധ്യയുടെ യാമം നമുക്ക് ദൈവസന്നിധിയില് ഹാലേലൂയ അതേ ക്രിസ്തുയേശുവിൽ കൂടെ ഉള്ളതായ ദൈവത്തിന്റെ പരമായ വിളിയുടെ വിരുദാണ് നമുക്ക് ആവശ്യമായി. ദൈവത്തിന്റെ സ്തോത്രം. പലർക്കും ഇതിൽ പരാജയം സംഭവിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ശേഷിക്കുന്നവരായ നമുക്കും ദൃഷ്ടാന്തമായി ഹാലേലൂയ ഇന്ന് ഹാലേലൂയ വയ്യവേളി തിരുവചനം നമുക്കും വിരുദ് പ്രാപിക്കേണ്ടതിനായിട്ടുള്ള ഓട്ടമായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധിയുടെ വിരുദ് നമുക്ക് പ്രാപിക്കുവാൻ തക്കവണ്ണം ദിവസങ്ങളിലെ ഒരുങ്ങട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആകയാൽ ഹല്ലേലൂയ അതേ റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഒരു വചനം കൂടെ നമുക്ക് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. 17-ാമത്തെ നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. ആമേൻ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ അവനോടുകൂടെ കഷ്ടമനുഭവിക്കുക. ഗ്ലോറി. നമ്മൾ വിരുദിലേക്ക് ഓടുകയാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഒരു കാലത്തെ പൗലോസിന് കഷ്ടം അനുഭവിക്കാൻ ഭയമായിരുന്നു. താൻ നേട്ടത്തിലേക്ക് മാത്രം ലക്ഷ്യം വെച്ച് ഓടി. എന്നാല് വചനം പറയാണ് അവരോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് കഷ്ടം അനുഭവിക്കുവാൻ കഷ്ടം അനുഭവിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്തുയേശുവിനോടൊപ്പം കഷ്ടം സഹിച്ചാൽ നാം എന്ത് ചെയ്യും? അവനോടൊപ്പം കൂടെ വാഴും. ദൈവത്തിന് സ്തോത്രം. പലർക്കും തങ്ങളുടെ ബിരുദ് പ്രാപിപ്പാൻ കഴിയാതെ പോകുന്നത് ജീവിതത്തിൽ കടന്നു വരുന്ന ആവശ്യങ്ങളുടെ മുമ്പാകെയും അവർ അഭിമുഖീകരിക്കുന്ന ജീവിത പ്രശ്നങ്ങളുടെ മുമ്പാകെയും ഒരുപക്ഷെങ്കിൽ അവർക്ക് ഹല്ലേലൂയ അതേ പരാജയത്തിലേക്ക് വീഴുന്നതായ സാഹചര്യങ്ങളുണ്ട്. ചിലർക്ക് ദ്രവ്യാഗ്രഹം, പ്രത്യേകിച്ച് ദൈവദാസന്മാരായ ഞങ്ങളൊക്കെ പലരും കുറ്റപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. കാര്യമായ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. ഇതൊന്നും ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് പറയാൻ കഴിയത്തില്ല. ദൈവമക്കളായ ഓരോരുത്തർക്കും വളരെ ശ്രദ്ധയോടുകൂടി മുന്നിലേക്ക് ഓടാൻ കഷ്ടപ്പെടണം. ദൈവത്തിന് പൗലോസ് പറയാണ് ഇനിയുള്ള ശിഷ്ടായസ് താൻ ഓടാൻ പോകുന്നത് ഏത് വിധേനയുള്ളതായ കഷ്ടതകളെയും ഞാൻ അഭിമുഖീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നിലേക്കില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ മുൻപിലേക്ക് തന്നെ. കടലിലെ ആപത്ത്, കരയിലെ ആപത്ത്, സഹോദരന്മാരുള്ള വിപത്തുകള്, പട്ടിണികള്, പൈതാഹങ്ങള് എന്ന് വേണ്ട വിവിധമായിരിക്കുന്ന പ്രശ്നങ്ങളുടെ മുമ്പാകെ താനായിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പൗലോസ് താനും പിടിക്കപ്പെട്ട ദീനത്തിന്റെ മുമ്പാകെ പൗലോസ് പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവിന് മറുപടി കൊടുത്ത് പൗലോസേ എന്റെ മകനേ, നിന്റെ ബലഹീനതയിൽ എന്റെ കൃപ നിനക്ക് അത്യന്തം ശക്തി പകർന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തിന് ഹല്ലേലൂയ. ജീവിതത്തിന്റെ സഹാന വേളയിലൊക്കെയും പൗലോസ് തന്റെ ജീവിതം കർത്താവായ യേശു ക്രിസ്തുവിന് തന്റെ രക്തം കർത്താവിന് ഒരു പാനീയാഗമായി അർപ്പിക്കുവാൻ തക്കവണ്ണം ഗ്ലോറി അയാളായ പൗലോസാണ് പറയുന്നത്. ഞാൻ ഹാലലു ഒന്ന് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. പിൻപിലുള്ളതിനെ മറന്ന് സുഖ സൗകര്യങ്ങളെയും മറന്ന് മറ്റുള്ള കാര്യാദികളിൽ നിന്നെല്ലാം ഞാൻ വിട്ടു പിരിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളോട് ഏകീഭവിപ്പാൻ ഞാനിതാ ശക്തമായി ഞാൻ മുന്നേറുകയാണ്. ദൈവത്തിൽ ഹല്ലേലൂയ. ഒരു കാര്യം മാത്രം ഹല്ലേലൂയ ചിന്തിച്ചതുപോലെ നമ്മളെ എല്ലാ നിലയിലും നമ്മളെ കഷ്ടതകളും ഹല്ലേലൂയ അപമാനങ്ങളും എല്ലാം നമ്മള് സിദ്ധന്മാരാക്കി തീർത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം നമ്മളെ വിശുദ്ധന്മാരാക്കി നീതീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് എത്തിപ്പെടുവാൻ ആ കാൽവറിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലേണ്ടത് ആവശ്യമായിരിക്കും. ഹല്ലേലൂയ. നമുക്ക് ക്രിസ്തുയേശുവിൽ കൂടെയുള്ള വിളിയിൽ നാം അവനോടൊപ്പം കഷ്ടം സഹിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. ജഡത്തിൽ പാർത്തുകൊണ്ട് നമ്മളായിരിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് നമ്മെ നന്നാക്കിയെടുക്കുവാൻ, ക്രമീകരിച്ചെടുക്കുവാൻ, നമ്മെ മെനഞ്ഞെടുക്കുവാൻ, രൂപാന്തരപ്പെടുത്തിയെടുക്കുവാൻ ജീവിതത്തിൽ വരുന്ന പോയ ബാലശിക്ഷകളൊക്കെയും
അതെ, നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നതിന് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. ക്ഷീണങ്ങളുള്ളവരാണ്, രോഗങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളും നാനാ പരീക്ഷകൾ നമ്മൾ അനുഭവിക്കുന്നവരെങ്കിലും നമ്മൾ അധൈര്യപ്പെടുന്നില്ല. ദൈവത്തിന് സ്വത്രം, ഗ്ലോറി, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മുടെ ലക്ഷ്യപ്രാപ്തിക്കായി ആ പരമവിളിയുടെ ലാക്കിലേക്ക് നമുക്ക് ഓടാം. യേശു കഷ്ടം സഹിച്ചു നമുക്ക് വേണ്ടി തന്റെ രക്തം നമുക്കായി മറുവിലയായി തന്നു, തന്റെ ജീവനും പ്രാണനും നമുക്കായി തിരികെയായി. ദൈവത്തിന് സ്തോത്രം. ആകയാൽ ഹാലേലൂയ, വിലപ്പെട്ടതായ ആ നല്ല ദാനങ്ങളെ നമുക്ക് ലക്ഷ്യപ്രാപ്തിയിലേക്ക് നമുക്കും ദൈവത്തിന്റെ വചനത്തോടൊപ്പം നമുക്ക് മുന്നേറുവാനുള്ള ഹാലേലൂയ ആർജവം, ദൈവത്തിന് ആരോഗ്യം, ദൈവത്തിന്റെ വചനം നമുക്ക് തരട്ടെ. നേരത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നാണ് നമ്മൾ വെക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഗുരുവാനിക്ക് നിത്യ തേജസ്സിന്റെ ഘനമോർക്കുമ്പോൾ ഹാലേലൂയ, ഈ ധരണിയിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് ഹാലേലൂയ പരമവിളിയുടെ ലാക്കിലേക്കോടാ സുവിശേഷകരായി, ഹാലേലൂയ സുവിശേഷ പ്രവർത്തനത്തിന് സഹായികളായി, ഹാലേലൂയ നമ്മുടെ കുടുംബങ്ങൾ അതിനായി വേർതിരിച്ചുകൊണ്ട്, നമ്മുടെ സമയങ്ങളെ വേർതിരിച്ചുകൊണ്ട് ഏതെല്ലാം നിലയിലുള്ള സുവിശേഷ ഘോഷണങ്ങളാണ്. ആ പരമവിളി അത്ര മാത്രം ഉള്ള ശക്തമായ വിളിയാണ്. ഇരിക്കുന്ന എന്റെ മാതാപിതാക്കന്മാര്, എന്റെ സഹോദരി സഹോദരന്മാര്, നമ്മളെല്ലാം ക്രിസ്തുയേശു പല പല നിലകളിൽ നമ്മെ വിളിച്ചിരിക്കുകയാണ്. ഒരിക്കലും നമ്മുടെ വിളിയിൽ നിന്ന് നമ്മൾ പിന്നിലേക്ക് പോകരുത്. ഓരോ പടിയും നമുക്ക് മുൻപോട്ട് ഹാലേലൂയ നമ്മൾ നിക്ഷിപ്തമായിരിക്കുന്ന ജോലികൾ ചെയ്ത് സജീവ പ്രവർത്തകരായി യേശുവിന്റെ നാളിൽ നമ്മളെ വിളിക്കുക. അല്പത്തിൽ വിശ്വസരായിരുന്നവരെ നിന്നെ അധികത്തിൽ വിചാരകനാക്കാൻ നീ കടന്നു വന്നിന്റെ സ്വസ്ഥയിൽ പ്രവേശിക്കുക എന്ന് പറയുന്ന വശങ്ങൾ ഭാഗ്യമുള്ളത് കൊണ്ട് ദൈവത്തിന് സ്തോത്ര. ഹല്ലേലൂയ. ആ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുവാൻ ഹാലേലൂയ നമുക്ക് ഒരുങ്ങാം. പൗലോസിന്റെ തീരുമാനമെടുത്ത അതേ പരിശുദ്ധാത്മാവിന്റെ തീരുമാനം കർത്താവിന്റെ വരെ വളരെ സമീപമായി. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നാളെ എന്ത് സംഭവിക്കുമെന്ന് പോലും നാം അറിയുന്നില്ല. ഈ സാഹചര്യത്തിൽ ദൈവത്തിന് സ്തോത്ര. ദിവസത്തിൽ നമുക്കും ഊർജ്ജത്തോടുകൂടി ഇന്ന് പകൽക്ക് ഒരു പ്രാവശ്യം കൂടെ ക്രിസ്ത്യ ജീവിതത്തെ പുതുക്കിക്കൊണ്ട് നമുക്കും പറയാൻ കഴിയട്ടെ, ഒന്ന് ഞാൻ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഞാൻ പിന്നിലേക്കല്ല, ഞാൻ ഓരോ പടിയും, എന്റെ ഓരോ ചിന്തകളും, എന്റെ ഓരോ നിരൂപണങ്ങളും, ഓരോ ആഗ്രഹങ്ങളും യേശുവിന്റെ കഷ്ടാനുഭവങ്ങളോട് ഏകീഭവിച്ചുകൊണ്ട് ഹല്ലേലൂയ അവന്റെയോടൊപ്പം അവന്റെ രൂപാന്തരത്തിനായി സമർപ്പിക്കുക. എന്റെ ഭവനത്തെ അതിനായിട്ട് ഒരുക്കുകയാണ്. ഹല്ലേലൂയ. എന്റെ ജീവിതത്തെ, എന്റെ നാളുകളെ ഞാൻ അതിനായിട്ട് ഒരുക്കുകയാണ്. സാഹചര്യങ്ങളും ചുറ്റുപാടുകളൊക്കെ ഒരു ഭാഗത്ത് നമ്മൾ നിലനിൽക്കുന്നെങ്കിലും ഹല്ലേലൂയ നമ്മുടെ ആദ്യത്തെ തീരുമാനം അതായിരിക്കട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. അതിനായിട്ടാണ് അന്നത്തെ തീരുമാനം. നമ്മളെല്ലാം ക്രിസ്തുയേശുവിൽ ഇറങ്ങിയപ്പോൾ ഒരു ശിഷ്യനായി തീരുമാനമാണ് നമ്മളെല്ലാം ഇറങ്ങിയത്. പല നിലകളിൽ ദൈവം നമ്മെ അതിനായി വിളിച്ചിരിക്കുക. ആ ദൗത്യങ്ങൾ ചെയ്യുവാൻ നമ്മുടെ കുടുംബത്തെ നമുക്ക് അതിനായി വീണ്ടും നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കൂട്ടാളികളെയൊക്കെ താങ്കളുടെ നിരയിൽ നിന്ന് നമുക്ക് ദൈവിച്ച കൃപയ്ക്കൊത്തോളം ചെയ്യുവാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. തിരുവചനം പറയാണ്, ഒന്ന് ഞാൻ ചെയ്യുവാൻ, ഹല്ലേലൂയ, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമ വിളിയുടെ വീരതനായി ലാക്കിലേക്ക് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ ഈ സമയത്ത് ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മേലാലും രാവെന്നോ പകലെന്നോ ഇല്ലാതെ ദൈവസന്നിധിയിൽ നമുക്ക് അതിനായി ഒരുങ്ങുവാൻ ഹാലേലൂയ പ്രത്യേകാല നമ്മുടെ ഈ ഹാലസു പ്ലാറ്റ്ഫോമിലെ മീറ്റിംഗും അതിന് വലിയ ഊർജ്ജം തരുവാന് ഹല്ലേലൂയ പ്രതീക്ഷിക്കുന്ന ദിക്കിലേക്ക്, ദേശത്തിലേക്ക്, അങ്ങേ തീരത്തേക്ക് എത്തുവാനുള്ള എല്ലാ പ്രോത്സാഹനവും ഈ ശക്തിയും പരിശുദ്ധാത്മാവിനാൽ വചനത്താലും ദിവസങ്ങളിൽ ഇതൊരു മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഇന്ന് പയ്യവേളില് എനിക്ക് സമയത്തെ വേർതിരിച്ചു തന്നതായ ലിനുമോൻ, ഹല്ലേലൂയ, മോനും തന്റെ കുടുംബത്തിനും പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർക്ക് മീറ്റിംഗിൽ സംബന്ധിക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ട എല്ലാ വിശുദ്ധന്മാർക്കും ഒരിക്കൽ കൂടെ ഞങ്ങള് ഹല്ലേലൂയ വന്ദനം പറഞ്ഞുകൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട് വാക്കിൽ നിന്ന് വിരമിക്കുന്ന ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ആമേൻ, ആമേൻ.